ഹലോ ഗൈസ്, എല്ലാ കൂട്ടർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമുക്ക് എങ്ങനെ ഒരു തീം വീഡിയോ, നിങ്ങൾ പ്രിവ്യൂവിൽ കണ്ട പോലുള്ളൊരു തീം വീഡിയോ നമുക്ക് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. എല്ലാവർക്കും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു തീം വീഡിയോ ആണ്. ഇപ്പോൾ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ എന്തെങ്കിലും ഒരു മൈൽ സ്റ്റോണൊക്കെ നടക്കുമ്പോൾ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു തീം വീഡിയോ ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. സോ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാം. എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. സോ ഏറ്റവും ഫസ്റ്റത്തെ സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ നല്ലൊരു റേഷ്യോ സെലക്ട് ചെയ്യലാണ്. 16:9 അല്ലെങ്കിൽ 4:3 ആണ് ഞാനിവിടെ റെക്കമെൻഡ് ചെയ്യുന്നത്. ഞാനിവിടെ 4:3 ആണ് സെലക്ട് ചെയ്യുന്നത്. അതിനുശേഷം ക്രിയേറ്റ് പ്രൊജക്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ ഒരു ഐഫോണിൻ്റെ ഫ്രെയിമും അതേപോലെ തന്നെ നിങ്ങളുടെ സ്ക്രീൻഷോട്ടും ഇതിലോട്ട് ഇമ്പോർട്ട് ചെയ്യണം. സോ ഞാൻ ഐഫോണിൻ്റെ ഫ്രെയിം ഇതിലോട്ട് ഇമ്പോർട്ട് ചെയ്യാണ്. ഈ ഒരു ഐഫോണിൻ്റെ ഫ്രെയിം ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ കൊടുക്കാം. താല്പര്യമുള്ളവർ അവിടെ പോയി ഡൗൺലോഡ് ചെയ്യാം. ഓക്കെ, സോ അതൊന്ന് ആഡ് ചെയ്തിട്ട് ഞാൻ ഇവിടെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ടൈം ലൈന് 13 സെക്കൻഡാണ് കൊടുക്കുന്നത്. കാരണം ഇൻസ്റ്റാഗ്രാമിലെ സ്റ്റോറി കാര്യങ്ങളൊക്കെ 15 സെക്കൻഡാണല്ലോ വരുന്നത്. സോ ആ ഒരു ടൈം ലൈനിൻ്റെ അടിയിൽ ആയിട്ട് കൊടുക്കാനായിട്ടാണ്. സ്റ്റോറി ഇടുമ്പോൾ കുറച്ചും കൂടി സ്റ്റാൻഡേർഡ് കിട്ടുമല്ലോ. സോ ഞാനിവിടെ ഒരു 14 സെക്കൻഡ് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ആ ഒരു സ്ക്രീൻഷോട്ട് ഇതിലോട്ട് ഇമ്പോർട്ട് ചെയ്യാണ്. ഓക്കെ, സോ ഞാൻ ആ ഒരു സ്ക്രീൻഷോട്ട് ഇതിലോട്ട് ഇമ്പോർട്ട് ചെയ്തു. അതിനുശേഷം ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തു. ഇനി നിങ്ങൾക്ക് ഈ ഒരു സ്ക്രീൻഷോട്ടും നിങ്ങളുടെ ഈ ഒരു ഫ്രെയിമും അഡ്ജസ്റ്റ് ആയിട്ട് വരുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫോണിൻ്റെ വേർഷൻ ഗൂഗിളിൽ അടിച്ചു കൊടുത്താൽ നിങ്ങൾക്ക് ആ ഒരു കറക്റ്റ് വേർഷൻ്റെ ഫ്രെയിം നിങ്ങൾക്ക് കിട്ടും. സോ ആ ഒരു ഫ്രെയിം ഇതിലോട്ട് ഈ ഒരു ഐഫോണിൻ്റെ ഫ്രെയിമിൻ്റെ ഇതായിട്ട് ഇമ്പോർട്ട് ചെയ്ത് വെച്ചാൽ മതി. സോ നിങ്ങൾക്ക് ആ ഒരു ഫ്രെയിം കിട്ടും. സോ അതും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മളൊരു റെക്റ്റാങ്കിൾ ആഡ് ചെയ്യാണ്. അതിനുശേഷം ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ആ ഒരു റെക്റ്റാങ്കിൾ, ഈ ഒരു റെക്റ്റാങ്കിൾ വെച്ചിട്ട് നിങ്ങൾ ഈ ഒരു ഫോളോവേഴ്സിൻ്റെ കൗണ്ട് ഒന്ന് ഹൈഡ് ചെയ്ത് വെക്കുക. കളറൊന്ന് വൈറ്റ് ആക്കിയാൽ ഹൈഡായ പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യും. എന്നിട്ട് അതും ജസ്റ്റ് ഡ്രാഗ് ചെയ്ത് കൊടുക്കുക. സോ ഏകദേശം 3 ലെയേഴ്സ് ആയിട്ടുണ്ട്. ഈ ഒരു റെക്റ്റാങ്കിൾ വണ്ണും ഐഫോൺ ഫ്രെയിമിൻ്റെ അടിയിലായിട്ട് വെക്കുന്നതാവും കുറച്ചും കൂടി ബെറ്റർ. ഇനി നമ്മൾ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ടെക്സ്റ്റ് ഇതിലോട്ട് ആഡ് ചെയ്യണം. അതിനുശേഷം ഇത് റെഡിയാക്കി. അതിനുശേഷം ഞാനിവിടെ സെലക്ട് ചെയ്യുന്ന ഫോണ്ട് എന്ന് വെച്ചാൽ ഡീഫോൾട്ടായിട്ട് വരുന്ന സാൻസ് സെറിഫിൽ ഡീഫോൾട്ടായിട്ട് വരുന്ന റോബോട്ടോ മീഡിയം ആണ് ഞാൻ ഇതിലോട്ട് ആഡ് ചെയ്യുന്നത്. റോബോട്ടോ മീഡിയം. ഓക്കെ, ഇനി ഞാനിവിടെ കൗണ്ട് വരുന്നത് 10K ആണ്. സോ 10K സെലക്ട് ചെയ്ത് വെച്ചു. അതിനുശേഷം കളറ് ബ്ലാക്ക് ആക്കി കൊടുക്കുക. ഇനി അതൊന്ന് നിങ്ങൾ അതിൻ്റെ സൈസ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ ഇത്രയാണ് കൊടുക്കുന്നത്, 9pt. എന്നിട്ട് അതിവിടെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് വലുതായ പോലെ ഒരു ഫീൽ, അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കുറച്ച് കൊടുക്കുന്നുണ്ടേ. ഓക്കെ, സോ അതും ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് ഞാൻ വെച്ചിട്ടുണ്ട്. ഒരു സ്റ്റാൻഡേർഡായിട്ട് നിങ്ങൾ അവിടെ വെക്കണം കേട്ടോ. കുറച്ചും കൂടിയും അഡ്ജസ്റ്റ് ചെയ്യാനുണ്ടോ? ഓക്കെ, സോ സോ ഞാൻ അതും ആഡ് ചെയ്തിട്ട് ഡ്രാഗ് ചെയ്ത് കൊടുത്തു. അപ്പോൾ മൊത്തത്തിൽ 4 ലെയേഴ്സ് ഉണ്ട് നമുക്ക്. ഇനി നമ്മൾ ഈ ഒരു ടെക്സ്റ്റിലേക്ക് ഒരു എഫക്റ്റ് ആഡ് ചെയ്യാനായിട്ട് പോവുകയാണ്. ടെക്സ്റ്റിലുണ്ടാവും കൗണ്ട് അപ്പ് ആൻഡ് ഡൗൺ എന്ന് പറഞ്ഞ ഈ ഒരു എഫക്റ്റ് ഇതിലോട്ട് ആഡ് ചെയ്യാം. ഇതാണ് കൗണ്ട് ഡൗണിൻ്റെ എഫക്റ്റ്. ഇനി നിങ്ങൾ എവിടെയാണ് നിങ്ങൾക്ക് അവസാനിക്കേണ്ടത്, ആ ഒരു കൗണ്ട് അപ്പ് എവിടെയാണോ അവസാനിക്കേണ്ടത് അവിടെ ഒരു കീ ഫ്രെയിം ആഡ് ചെയ്യണം ഫസ്റ്റ്. ഞാനിവിടെ 11 സെക്കൻഡിലാണ് ഞാൻ അവസാനിപ്പിക്കുന്നത്. അതുകൊണ്ട് അവിടെ ഒരു കീ ഫ്രെയിം ആഡ് ചെയ്യാണ്. അതിനുശേഷം സ്റ്റാർട്ടിങ്ങിൽ വന്നിട്ട് ഒരു കീ ഫ്രെയിം ആഡ് ചെയ്യാം. എന്നിട്ട് ആ ഒരു സ്റ്റാർട്ടിങ്ങിലെ കീ ഫ്രെയിം നിങ്ങൾ ബാക്കിലോട്ട് ഇങ്ങനെ സ്ക്രോൾ ചെയ്താൽ അതിങ്ങനെ റെഡ്യൂസ് ചെയ്യും. സോ ഞാൻ അവിടെ ഒരു ഏകദേശം നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. കുറേ ഉണ്ടല്ലോ. ഒന്ന് കയ്യോ? സോ ഏകദേശം ഞാനോട് ഓക്കെ എത്തി, ഇത്ര കൊടുക്കുന്നുണ്ട്. സോ ആ ഒരു കൗണ്ട് എഫക്റ്റ് ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, ഫൈൻ, കൗണ്ട് എഫക്റ്റ് വന്നിട്ടുണ്ട്. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരു 4 ലെയേഴ്സും തമ്മിൽ ഗ്രൂപ്പ് ചെയ്യലാണ് നെക്സ്റ്റ് സ്റ്റെപ്പ്. സോ ഈ ഒരു 4 ലെയേഴ്സും നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് ഫസ്റ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതാണ് ഗ്രൂപ്പ് ചെയ്യേണ്ട ആ ഒരു ഓപ്ഷൻ. സോ ഈ ഒരു ഇപ്പോൾ കറക്റ്റ് ഒരു ഐഫോണിൻ്റെ പോലെ നമുക്കിവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ ഇതിലോട്ട് ബാക്ക്ഗ്രൗണ്ട് ആഡ് ചെയ്യണം. സോ ഈ ഒരു ബാക്ക്ഗ്രൗണ്ടും ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ളവർ അവിടെ പോയി ഡൗൺലോഡ് ചെയ്യാം. അല്ല നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ വേറെ
ബാക്ക്ഗ്രൗണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അത് സെലക്ട് ചെയ്തിട്ട് ഇവിടെ ഇമ്പോർട്ട് ചെയ്യാം. ഞാൻ ഇതുപോലെ തന്നെ ചെയ്യണമെന്ന് ഞാൻ നിർബന്ധം പിടിക്കുന്നൊന്നുമില്ല. നിങ്ങളുടെ ഐഡിയ അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഇത് കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കാം. ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, നിങ്ങളുടെ ഐഡിയ അനുസരിച്ചിട്ട് നിങ്ങൾക്ക് എപ്പോഴും ഈ ഒരു ട്യൂട്ടോറിയൽ കാണുമ്പോഴൊക്കെ കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അതൊന്ന് ഞാൻ ബാക്കിലാക്കി വെച്ചിട്ടുണ്ട്. അതിനുശേഷം ജസ്റ്റ് ഒന്ന് ഫിറ്റ് ചെയ്യുന്നുണ്ട്. കംപ്ലീറ്റഡ്. ഓക്കെ, ഇനി ഞാൻ ആ ഒരു ഗ്രൂപ്പ് സെലക്ട് ചെയ്തിട്ട് ഈ ഗ്രൂപ്പിന് ജസ്റ്റ് ഒരു ഇത് കൊടുക്കുകയാണ്. ജസ്റ്റ് ഒന്ന് സൂം ചെയ്ത് കൊടുത്തു. അതിനുശേഷം ഓക്കെ, സ്റ്റാർട്ടിങ്ങിലൊരു കീ ഫ്രെയിം ആഡ് ചെയ്തു. അതിനുശേഷം ആ ഒരു 11 സെക്കൻഡ് ആകുമ്പോൾ ഞാൻ ഇവിടെ ഒരു കീ ഫ്രെയിം ആഡ് ചെയ്തു. എന്നിട്ട് ജസ്റ്റ് ഒന്ന് പൊന്തി വരുന്ന പോലുള്ളൊരു ഫീൽ ഞാൻ കൊടുത്തിട്ടുണ്ട് ഇവിടെ. സോ ഇത്രയും ഞാൻ പൊന്തി വരുത്തിയിട്ടുണ്ട്. ഓക്കെ, കംപ്ലീറ്റഡ്. അപ്പോൾ ഇങ്ങനെ ഉണ്ടാവും കേട്ടോ. ഓക്കെ, സോ ഞാൻ ആ ഒരു എഫക്റ്റും ഇതിലോട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. മൂവ് ആൻഡ് ട്രാൻസ്ഫോമിൽ പോയിട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് രണ്ടും കൂടിയിട്ട് ഗ്രൂപ്പ് ചെയ്യാം. ഗ്രൂപ്പായി. സോ അത് രണ്ടും കൂടിയിട്ട് ഗ്രൂപ്പായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഗ്രൂപ്പിലോട്ടാണ് ഇനി എഫക്ട്സ് എല്ലാം ആഡ് ചെയ്യേണ്ടത്. സോ 2 എഫക്ട്സാണ് വരുന്നത്. ഒന്നാമത്തെ എഫക്റ്റ് മൂവ് ആൻഡ് ട്രാൻസ്ഫോമിൽ വന്നിട്ട് റൊട്ടേറ്റ് എടുത്തതിന് ശേഷം സ്റ്റാർട്ടിങ്ങിൽ ഒരു കീ ഫ്രെയിം ആഡ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് എവിടെയാണോ എൻഡ് ചെയ്യേണ്ടത് അവിടെ ഒരു കീ ഫ്രെയിം ആഡ് ചെയ്യുക. ഞാനിപ്പോൾ ഇവിടെ ആയിട്ടൊരു കീ ഫ്രെയിം ആഡ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം സ്റ്റാർട്ടിങ്ങിൽ കീയിലോട്ട് വന്നിട്ട് ഒരു 90 ഡിഗ്രി ഞാനിവിടെ -90 ഡിഗ്രി ഞാനിവിടെ തിരിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിലോട്ട് ഗ്രാഫ് ആഡ് ചെയ്യാം. നിങ്ങളുടെ ചോയ്സാണ്. ഞാനിപ്പോൾ ഇത്രയും രീതിയിലുള്ളൊരു സ്മൂത്ത് ആയിട്ടുള്ള ഒരു ഗ്രാഫാണ് ആഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, സോ ഞാൻ അങ്ങനൊരു ഗ്രാഫ് ഇതിലോട്ട് ആഡ് ചെയ്തു. അതിനുശേഷം ഞാനിവിടെ ടൈൽസ് എഫക്റ്റ് ആഡ് ചെയ്യുകയാണ്. കാരണം ആ ഒരു കാര്യങ്ങൾ മാറി കിട്ടാനാണ് ഇങ്ങനെ ടൈൽസ് എഫക്റ്റ് ആഡ് ചെയ്യുന്നത്. അതിനുശേഷം മിറർ ഓപ്ഷൻ എനേബിൾ ചെയ്തിട്ടുണ്ട്. സോ അതും അവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലോട്ട് സൂം എഫക്റ്റ് ആഡ് ചെയ്യാനായിട്ട് പോവുകയാണ്. മൂവ് ആൻഡ് ട്രാൻസ്ഫോം എടുത്തതിന് ശേഷം സൂം എടുത്തതിന് ശേഷം സ്റ്റാർട്ടിങ്ങിൽ ഒരു കീ ഫ്രെയിം ആഡ് ചെയ്യുക. എന്നിട്ട് എവിടെയാണോ നിങ്ങൾക്ക് ഈ ഒരു സൂം അവസാനിക്കേണ്ടത് അവിടെ ഒരു കീ ആഡ് ചെയ്യാം. അതിനുശേഷം സ്റ്റാർട്ടിങ്ങിലെ കീയിലോട്ട് വന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇത്രയും ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നിങ്ങൾക്ക് ഗ്രാഫ് ആഡ് ചെയ്യാം. ഞാൻ ഈ ഒരു ഗ്രാഫാണ് ഇതിൽ ആഡ് ചെയ്യുന്നത്. ജസ്റ്റ് ഒരു തുടങ്ങുമ്പോൾ ഒരു സ്പീഡും അവസാനിക്കുമ്പോൾ ഒരു ജസ്റ്റ് ഒരു സ്മൂത്തും ആയിട്ട് വരാനാണ് അങ്ങനെ ഒരു ഗ്രാഫ് ഞാൻ ഇതിലോട്ട് ആഡ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് നിങ്ങളുടെ ചോയ്സ് അനുസരിച്ചിട്ട് ഓരോ ഗ്രാഫും നിങ്ങൾക്ക് ആഡ് ചെയ്യാം. ഞാൻ ജസ്റ്റ് ഇതൊന്ന് പ്ലേ ചെയ്ത് കാണിച്ചു തരാം. സോ ഇതാണ് നമ്മുടെ ഫൈനൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. ഇനി നിങ്ങൾക്ക് ഇതിലോട്ട് മോഷൻ ബ്ലർ കൂടി ആഡ് ചെയ്യാം. നിങ്ങളുടെ ചോയ്സാണ്. മോഷൻ ബ്ലർ കൂടി ആഡ് ചെയ്താൽ കുറച്ചും കൂടി ഭംഗിയുണ്ടാവും. സോ അത് ഞാനിവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏകദേശം നമ്മുടെ ഈ ഒരു വീഡിയോ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു അടിപൊളി തീം വീഡിയോ ആണിത്. സോ നിങ്ങൾക്ക് ഇൻസ്റ്റഗ്രാമിൽ എന്തെങ്കിലും ഒരു മൈൽ സ്റ്റോണൊക്കെ കടക്കുമ്പോൾ നിങ്ങൾക്കിത് ട്രൈ ചെയ്ത് നോക്കാം. അടിപൊളിയാണ്. സോ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ്. നിങ്ങളെല്ലാം ട്രൈ ചെയ്ത് നോക്കുക, മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. സീ നെക്സ്റ്റ് ടൈം. ബൈ.